ഇന്ന് നമ്മുടെ നാട്ടിൽ കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊന്ന് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോവുകയൊക്കെ ചെയ്താലും പലർക്കും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി വരുന്നു. മലം അയഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് ഇവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ ഉണ്ടാകാനുള്ള കാരണത്തെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളായിരിക്കും ഇവരെ ബാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചുകളും എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി, അതായത് നമ്മുടെ കുടലിൻ്റെ സ്വാഭാവികമായ ചലനത്തിലുണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമുക്കുണ്ടാവുന്ന നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടോ കുടലിലേക്കുള്ള നെർവ് സപ്ലൈയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അമിതമായിട്ടുള്ള ടെൻഷൻ, ആൻസൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവുകയോ അല്ലെങ്കിൽ ടെൻഷൻ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നാനുള്ള സാധ്യത ഇത്തരക്കാരിൽ വളരെയേറെ കൂടുതലാണ്. ഉറക്കക്കുറവ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ കുടലിൻ്റെ അകത്തുണ്ടാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകളുടെ അളവിലുണ്ടാവുന്ന കുറവ്, അതായത് ഹെൽത്തി ബാക്ടീരിയാസ് കുറഞ്ഞതിന് ശേഷം അൺഹെൽത്തി ബാക്ടീരിയാസ് കുടലിൽ അമിതമായിട്ട് വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, അമിതമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ആവശ്യമില്ല. ഒരു ദിവസം നമ്മൾ ഏകദേശം 3.5 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. അതിൽ കൂടുതൽ അളവിൽ കുടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മിനിമം നമ്മൾ ഈ പറഞ്ഞ റിക്വയർമെൻറ്റ് ക്വാളിറ്റിയിൽ അല്ലെ ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം നമ്മൾ കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും.